അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുൽ ഖാദർ ഫൈസി ഉസ്താദ്, അതുപോലെ നമുക്കിവിടെ സ്വാഗതം ആശംസിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ഖത്തീബ് ഉസ്താദ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഈ മഹല്ലത്തിൻ്റെ പ്രവർത്തകർ, അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ സ്വർഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമായിട്ട്, അങ്ങനെയുള്ള ഒരു സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് നമ്മുടെ കുറച്ചു നേരം സ്വർഗത്തിലിരിക്കുമ്പോൾ ആ സ്വർഗീയ അനുഭൂതി നമുക്ക് ലഭിക്കണം. നമ്മളിങ്ങനെയുള്ള സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കുണ്ടാവേണ്ട അനുഭവം ആ സ്വർഗീയ അനുഭൂതിയായിരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മഹല്ലിൽ പൂക്കോട്ടൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന CM വലിയുള്ളാഹിയുടെ ആണ്ട് നേർച്ചയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബഹുമാനനായിട്ടുള്ള ഷെയ്ഖ് അവരുടെ കാവലും അവരുടെ ബറക്കാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത വയുതൂന സകാത വഹും റാകിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹ്, തീർച്ചയായും നിങ്ങളുടെ വലിയ അള്ളാഹുവാണ്. ആരാണ് വലിയ? നമുക്കറിയുന്ന ഒരു വലിയുണ്ട്. നിക്കാഹിന് സദസ്സിൽ ഒരു വലിയനെ നമ്മൾ കൊണ്ടുവരും. വധുവിൻ്റെ പിതാവായിട്ടുള്ള വലിയ, അഥവാ അവരുടെ രക്ഷിതാവ്, അഥവാ നമ്മുടെയൊക്കെ രക്ഷിതാവായിട്ടുള്ളത് അള്ളാഹുവാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ്. നിങ്ങളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആത്യന്തികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളുടെ വലിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് പറയല്ല, എങ്കിലും നമ്മുടെ വിശ്വാസം അത് ദൃഢമായിരിക്കണം. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ആ സ്വർഗീയ അനുഭൂതിയും മഹത്തുക്കളുടെ
മദദ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിങ്ങളുടെ വലിയ അല്ലാഹു ആകുന്നു, അല്ലാഹു മാത്രമാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തിയിട്ടില്ല. വറസൂലുഹു, നിങ്ങളുടെ അല്ലാഹുവിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ, അല്ലാഹു അയച്ചിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ വലിയാണ്. അപ്പോ ഇന്നമാ വലിയുക്കുമുല്ലാഹ്, ആത്യന്തികമായിട്ട് എല്ലാത്തിനും അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളുടെ വലിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ എന്ന പദവി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൊടുത്തു. അള്ളാഹുവിൻ്റെ പ്രവാചകരും നിങ്ങളുടെ വലിയാണ്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആ നമ്മുടെ വലിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നമുക്കറിയാം, ശരിയായ ഒരു വലിയില്ല, ആ വലിയ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റും, മറ്റൊരാൾക്ക് വലിയായിട്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിച്ച, നമുക്ക് വേണ്ടി നിയമിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ്. അതുപോലെ വറസൂലുഹു, അവൻ്റെ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ രക്ഷിതാവ് റസൂലും നമ്മുടെ രക്ഷിതാവാണ്. അതെല്ലാ കാലത്തും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് പ്രകാരം എല്ലാ കാലത്തും നമുക്കുള്ള രക്ഷിതാവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹു നിയോഗിച്ചതാണ്. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, അല്ലാഹുവും അതുപോലെ അവന്റെ റസൂലും വല്ലദീന ആമനു എന്ന വിഭാഗം, അല്ലദീന ആമനു എന്ന വിഭാഗം അതങ്ങനെ പറയാൻ പാടും. നമ്മൾ വിശ്വസിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ചാണ് പറഞ്ഞതല്ല. നിങ്ങൾക്കുണ്ട്, അള്ളാഹുവുണ്ട്, അള്ളാഹു നിങ്ങളുടെ വലിയാണ്, റസൂല് നിങ്ങളുടെ വലിയാണ്. വല്ലദീന ആമനു, നിങ്ങൾക്ക് വിശ്വസിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള അള്ളാഹുവിൻ്റെ വലിയാണ് ഔലിയാക്കളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരുടെ പ്രത്യേകത യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ, അവര് നിസ്കാരം ഇഖാമത്തു സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്തുന്നവരും അതുപോലെ കൃത്യമായി നിർവഹിക്കുന്നവരും വഹും റാകിഊൻ, അള്ളാഹുവിന്റെ മുമ്പിൽ അവര് വണങ്ങുന്നവരുമായിട്ടുള്ള മഹത്വക്കളായിട്ടുള്ള അള്ളാഹുവിന്റെ യഥാർത്ഥ വലിയകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ വലിയ അള്ളാഹുവും അവന്റെ പ്രവാചകരും അതുപോലെ വല്ലദീന ആമനു എന്ന വിഭാഗവും, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു തന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിലേക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വലിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്ന ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർ നിങ്ങളുടെ വലിയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമയ്യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. വമയ്യതവല്ലല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ വലിയായി കാണുകയാണ്, അള്ളാഹുവിനെ ഒരാൾ തൻ്റെ വലിയ എൻ്റെ കാര്യങ്ങൾ മുഴുവനും ആത്യന്തികമായി പരിപൂർണമായി അവസാനമായി ആദ്യമായും അവസാനമായും അള്ളാഹുവാണ് എൻ്റെ വലിയ എന്നൊരാൾ കാണുകയാണെങ്കിൽ, തൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഒരാൾ ഏൽപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ മാത്രമല്ല അവന്റെ പ്രവാചകനെയും വറസൂലഹു, അവന്റെ പ്രവാചകനെ ആരെങ്കിലും വലിയാക്കി നിർമ്മിച്ചാൽ, തന്റെ രക്ഷിതാവ് ആയിട്ട് തന്റെ പ്രവാചകനെയും ഒരാൾ ആക്കിയാൽ, അതുപോലെ വല്ലദീന ആമനു, അല്ലദീന ആമനു എന്ന് പറയുന്ന വിഭാഗത്തെയും അഥവാ ഔലിയാക്കളെയും നിങ്ങൾ നിങ്ങളുടെ വലിയായിട്ട് നിങ്ങൾ നിയമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളായിട്ട് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണെങ്കിൽ ഫഇന്ന ഹിസ്ബല്ലാഹ്, നിശ്ചയമായും ആ ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിന്റെ സംഘം, അള്ളാഹുവിലേക്ക് ചേർത്തി കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ സംഘമായി നിൽക്കുന്നവര് അവരാണ്.
അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവൻ ഇവിടെ നമുക്കിടയിൽ നിശ്ചയിച്ചു തന്ന, നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഔലിയാക്കളെയും വലിയായി കാണുന്നവരാണ്. അവരാണ് ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിന്റെ ആളുകൾ, അള്ളാഹുവിന്റെ സംഘം, അള്ളാഹുവിന്റെ വിഭാഗം. അവരാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഹുമുൽ ഗാലിബൂൻ, അവരാണ് വിജയിക്കുന്ന ആളുകൾ, അവരാണ് എല്ലാ നിലക്കും വിജയം കൈവരിക്കുന്ന ആളുകൾ. ആ വിഭാഗം ആളുകളാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സംവിധാനിച്ച ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ എന്തിനാ ബേജാറാവുന്നത്? നമുക്കെന്തിന് ബേജാറാവണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തന്ന ആളുകളാണ് അവർ. അവരുടെ മദതും അവരുടെ ബറക്കാത്തുകളും നമ്മൾ തേടുകയും നമ്മൾ ആവശ്യപ്പെടുകയും അവരുടെ പേരിൽ സന്തോഷം അറിയിക്കുകയും അവരുടെ പേരിൽ സ്വതക്കകൾ ചെയ്യുകയും അവരുടെ പേരിൽ ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ അനുസരിക്കലാണ്. അവിടെ ഒരിക്കലും അത് അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുന്നതല്ല. കാരണം ആത്യന്തികമായി അള്ളാഹുവാണ്, അള്ളാഹു ഏൽപ്പിച്ച ആളുകളെയാണ് നമ്മൾ, അള്ളാഹുവിനെയാണ്. നമ്മുടെ ഒരു വലിയനോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത് പോലെയാണ്. അത് നമ്മൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനമാണ് അത്. അള്ളാഹുവിലേക്കാണ് നമ്മൾ എല്ലാത്തിനെയും, അവർ തരുന്നത് മുഴുവനും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരിൽ നിന്ന് അനുഗ്രഹം നൽകുന്നത്. നമുക്കറിയാം, ദുനിയാവിയായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പലപ്പോഴും സഹായം തേടുന്നുണ്ട്. നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം തരാൻ വേണ്ടി ആവശ്യപ്പെടും. ആ വെള്ളം തരാൻ വേണ്ടി ഒരാൾ ആവശ്യപ്പെടുമ്പോൾ ആ വെള്ളം അയാളുടെ വെള്ളമാണ്, അയാൾ സ്വന്തം ഉണ്ടാക്കി തരുന്ന വെള്ളമാണ് അയാൾ തരുന്നതെന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടിയ വെള്ളമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് അവിടെ നിന്നുള്ള വെള്ളമല്ല, അത് പുഴയിൽ നിന്നുള്ള വെള്ളമാണ്. നമുക്ക് ആ കിട്ടിയ വെള്ളം, നമ്മുടെ ടാപ്പിൽ നിന്ന് കിട്ടിയ വെള്ളം ആ ഒരു പുഴയിൽ നിന്ന് കിട്ടിയ വെള്ളമാണ്. അതല്ല, അത് ആകാശത്ത് നിന്നും മഴയായി വർഷിച്ച വെള്ളമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനപ്പുറം ആ വെള്ളത്തെക്കുറിച്ച് നമ്മൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വെള്ളമാണ്. ആ നിലക്കാണ് നമ്മൾ ഈ മഹാത്മാക്കളോട് നമ്മൾ ചോദിക്കുന്നതും നമ്മൾ സഹായം തേടുന്നതൊക്കെ. അള്ളാഹുവാണ് ഇതിലേക്ക് നമുക്ക് നൽകുന്നത്. നമ്മൾ തേടുന്നത്, നമ്മൾ തുറക്കുന്ന പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം, ആ വെള്ളം നമ്മൾ പൈപ്പിൽ നിന്നും അത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ ടാങ്കിലേക്ക് വെള്ളം വന്നത് കിണറ്റിൽ നിന്നാണ്. അത് ആ ഒരു സോഴ്സ് അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകും. അതാണ് നമ്മൾ ഒരു വലിയനോട് നമ്മൾക്ക് മദത് ആവശ്യപ്പെടുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് അള്ളാഹുവിന്റെ വലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനമാണ് ഈ ഒരു സംവിധാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിലൂടെ പറയുന്നു, വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹുവിനാണ് പ്രതാപം. എല്ലാത്തിനേക്കാളും പ്രതാപം. ആരിവിടെ അഹങ്കരിച്ച് നടക്കുന്നോ അവർക്കൊന്നും ഒരു പ്രതാപമില്ല. ആ അള്ളാഹുവിനാണ് സകല പ്രതാപവുമുള്ളത്. വലില്ലാഹിൽ ഇസ്സത്തു, അള്ളാഹു അതിലേക്ക് കൂട്ടിച്ചേർത്തിക്കൊണ്ട് ആൻഡ് വലി റസൂലിഹി, അവന്റെ റസൂലിനും വലിൽ മുഅ്മിനീൻ, അൽ മുഅ്മിനീൻ എന്ന വിഭാഗത്തിനുമാണ് ഇസ്സത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്, വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷേ മുനാഫിക്കുകളായ ആളുകൾക്ക് അത് തിരിയില്ല. നമുക്കിടയിലേക്ക് മുനാഫിക്കായി കടന്നു വരുന്ന ആളുകൾ, അവർക്ക് അത് മനസ്സിലാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ പറയുന്നു, വഖുൽ ഇഅ്മലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. വഖുൽ ഇഅ്മലു, നിങ്ങൾ അമൽ ചെയ്തു കൊള്ളുക, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങൾ ചെയ്യേണ്ട അമലുകൾ നിങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം. വഖുൽ ഇഅ്മലു, നിങ്ങൾ അമൽ ചെയ്യുക. ആ നമ്മൾ അമൽ ചെയ്താലോ ഫസയറല്ലാഹു അമലക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും. ഫസയറല്ലാഹു അമലക്കും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുക തന്നെ ചെയ്യും. ഫസയറല്ലാഹു അമലക്കും, അല്ലാഹു മാത്രമല്ല കാണുന്നത്,
വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് അല്ലാഹു മാത്രമല്ല, അല്ലാഹു മറ്റു ചിലരെയും കൂടി കാണിച്ചു കൊടുക്കും. അല്ലാഹു കാണിച്ചു കൊടുക്കും. വറസൂലുഹു, അത് കാണുന്നത് അല്ലാഹുവിന്റെ പ്രവാചകരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും. വറസൂലുഹു, അവന്റെ പ്രവാചകരും നിങ്ങളുടെ അമലുകൾ കാണുക തന്നെ ചെയ്യും. വൽ മുഅ്മിനൂൻ, അൽ മുഅ്മിനൂൻ എന്ന വിഭാഗവും അവരും നിങ്ങളുടെ അമലുകൾ കാണും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മൾ ഏതൊരു രീതിയിലാണോ, ഏതൊരു മശായിഖിനെയാണോ നമ്മൾ കാണുന്നത്, നമ്മുടെ മശായിഖായിട്ട് കാണുന്നത്, ആ ഔലിയാക്കളായ ആളുകൾ, അവർക്ക് നമ്മുടെ അമലുകൾ കാണാൻ സാധിക്കും. അള്ളാഹു കാണിച്ചു കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ അമലുകൾ കാണിച്ചു കൊടുക്കും അള്ളാഹു. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും ആ അമലുകൾ അള്ളാഹു ആത്യന്തികമായിട്ട് നമ്മുടെ അമലുകൾ കാണും. നമ്മുടെ ഓരോ പ്രവർത്തനവും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണും. അതുപോലെ വറസൂലുഹു, പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും, പ്രവാചകനും കാണും. വൽ മുഅ്മിനൂൻ, അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളും നിങ്ങളുടെ അമലുകൾ കാണുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോ നമ്മൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർക്ക് അവരുടെ മൗലൂദുകൾ പാരായണം ചെയ്യുകയും അവരുടെ മദദുകൾ പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അമലുകൾ ആ മശായിഖന്മാർക്ക് കാണിക്കപ്പെടും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. അവർ കാണുക തന്നെ ചെയ്യും. ഇത്തരം സദസ്സുകളിൽ അവർ പങ്കെടുക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു മജ്‌ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാത്മാക്കളോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇത്തരം ഒരു സദസ്സുകൾ, ദിക്റിന്റെ മഹത്തായ സദസ്സാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒരുമിച്ച് കൂടി ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു വിഭാഗം മലായിക്കത്തുകളുണ്ട്. നീണ്ടൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി മലായിക്കത്തുൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു വിഭാഗം മലായിക്കത്തുണ്ട്. സയ്യാഹീന ഫിൽ അർദ് ഫദ്ലൻ മിനൻ കുത്താബ്, അവരെ സന്ദർശകരായിട്ട് വരുന്നവരാണ്. സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സന്ദർശിക്കാൻ വേണ്ടി വിടുന്ന ആളുകളാണ് അവര്. എന്നാൽ മലായിക്കത്തിൽ കുറെ വിഭാഗം, മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, എഴുത്തുകാരായിട്ടുള്ള ആളുകൾ. അവരുടെ പ്രത്യേകത, അവർ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും എഴുതി വെക്കുന്ന വിഭാഗമാണ്. അവർ സാക്ഷി നിൽക്കും, അവർ എഴുതി വെക്കും ആരാണ് ആദ്യം വരുന്നത്, ആരാണ് അവസാനം വരുന്നത്. പിന്നെ വെള്ളിയാഴ്ച ദിവസം അതുപോലെ പ്രത്യേകം എല്ലാ സദസ്സുകളിലും മലായിക്കത്തുകൾ, എഴുത്തുകാരായിട്ടുള്ള മലായിക്കത്ത് വരും. അവരെ എഴുതി വെക്കും കാര്യങ്ങൾ, ആരൊക്കെ വരുന്നു, ആരൊക്കെ പങ്കെടുക്കുന്നു, ഇതൊക്കെ ആ മലായിക്കത്ത് എഴുതി വെക്കും. അതിന് പുറമേയുള്ള ഒരു വിഭാഗം മലായിക്കത്താണ് പിന്നെ ഇവിടെ സന്ദർശകരായി വരുന്ന ഒരു വിഭാഗം ആളുകൾ. അവരിവിടെ വന്ന് സന്ദർശിച്ച് തിരിച്ച് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് തന്നെ അവർ തിരിച്ചു മടങ്ങും. അങ്ങനെയുള്ള ഒരു മലായിക്കത്ത് വരും, അവർ ഭൂമിയിലേക്ക് കടന്നു വരും. ഫൈദാ വജദു അഖ്വാമൻ യദ്കുറൂന അല്ലാഹ, അങ്ങനെ അവര് കടന്നു വരുമ്പോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളെ, സംഘങ്ങളെ കാണുമ്പോ അവര് തൻ്റെ കൂടെ വന്നിട്ടുള്ള മറ്റ് മലായിക്കത്തുകളെയൊക്കെ വിളിച്ചുകൂട്ടും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ആകാശലോകത്ത് നിന്നും ഇവിടെ കടന്നു വരുമ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലം സന്ദർശിക്കാനുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം അത് ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ. നമ്മുടെ സദസ്സുകൾ കാണുമ്പോൾ, ഇങ്ങനെ ദിക്ർ ചെയ്യുന്ന സദസ്സുകൾ കാണുമ്പോൾ അങ്ങനെയുള്ള സദസ്സുകളിലേക്ക് അവർ കടന്നു വരും. അവർ കടന്നു വന്നിട്ട് അവര് ആ സദസ്സിൽ അവിടെ കൂടിയിരിക്കുകയും അതുപോലെ അവരുടെ പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അള്ളാഹു അവര് തിരിച്ച് ആകാശത്തിലേക്ക് തിരിച്ച്, അള്ളാഹുവിന് ഞാൻ ചുരുക്കി പറയുകയാണ്, അവർ ആകാശത്തേക്ക് തിരിച്ച് മടങ്ങിപ്പോകും. എന്നിട്ട് ഫയഖൂലുല്ലാഹു, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, അള്ളാഹുവിന്റെ സന്നിധിയിലെത്തിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, നിങ്ങൾ അവരെ വിട്ടുപോരുന്ന സമയത്ത് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു?
അവരെന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്ത് അമലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആ മലായിക്കത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരെ പടക്കുന്ന സമയത്ത് മലായിക്കത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ, ഞാനിതാ ഭൂമിയിലേക്ക് എൻ്റെ ഖലീഫയായിട്ട് മനുഷ്യനെ പടക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞപ്പോ മലായിക്കത്ത് അവര് പറഞ്ഞു, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ഒരു വിഭാഗം അവരെ നീ പടക്കുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ, ഞങ്ങളിവിടെ നിന്നെ ദിക്ർ ചെല്ലാനും നിന്നെ വാഴ്ത്താനുമുള്ള, നിന്നെ എപ്പോഴും നിനക്ക് വേണ്ട ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടുള്ള മലായിക്കത്തുള്ളപ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു സമൂഹത്തെ പടക്കുന്നത് എന്ന മലായിക്കത്തിന്റെ ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ അറിയാത്തതൊക്കെ എനിക്കറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഭൂമിയിലേക്ക് ചെന്നിട്ട് ഇത്തരം മജ്‌ലിസുകൾ ചെന്ന് നോക്കുക, അവിടെ അന്വേഷിച്ചു നോക്കുക, അവിടെ ആരാണ് ദിക്ർ ചെയ്യുന്നത്, അവിടെ മനുഷ്യരെന്താണ് ചെയ്യുന്നത്, അവരുടെ പ്രവർത്തനം എന്താണ്. ആ മലായിക്കത്ത് കടന്നു വന്നുകൊണ്ട് ഇത്തരം സദസ്സുകൾ കണ്ടിട്ട് തിരിച്ച് അള്ളാഹുവിന്റെ സന്നിധിയിലെത്തുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, അവരെ കൊണ്ട് പറയുകയാണ്, നിങ്ങൾ അവിടെ വെച്ച് എന്താണ് നിങ്ങൾ കണ്ടത്, അവരെന്താണ് എൻ്റെ പ്രിയപ്പെട്ട അടിമകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായിക്കത്തിനോട് ചോദിക്കുമ്പോൾ അവര് പറയും, തറക്നാഹും അവരെ നമ്മൾ വിട്ടേച്ച് പോരുന്ന സമയത്ത് അവർ നിന്നെ വാഴ്ത്തുകയും നിന്റെ പരിശുദ്ധി വാഴ്ത്തുകയും നിന്നെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു അവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഹംദുകൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സദസ്സാണ് ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടപ്പോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായിക്കത്തിനോട് ചോദിക്കും, അവര് ഫഹൽ റഔനി, എന്നെ ദിക്ർ ചെയ്യാൻ, എന്റെ ഹംദുകൾ വാഴ്ത്താൻ അവരെന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ട മനുഷ്യരാണോ അവർ? എന്നെ കണ്ടിട്ടാണോ അവർ ദിക്ർ ചെയ്യുന്നത്, അവർ എന്നെ വാഴ്ത്തുന്നത്, എൻ്റെ പേര് ഉച്ചരിക്കുന്നത്, എന്നെ ദിക്ർ ചെയ്യുന്നത്, എന്നോട് ചോദിക്കുന്നത് അള്ളാഹുവിനെ കണ്ടത് കൊണ്ടാണോ എന്ന് അവർ ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ചോദ്യം കേട്ടിട്ട് ആ മലായിക്കത്ത് പറയും, ഒരിക്കലുമില്ല, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ കണ്ടിട്ടില്ല. കാണാത്ത ഗായിബായി നിൽക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നോമ്പനുഷ്ഠിച്ചത്. അള്ളാഹുവിന് വേണ്ടിയാണ് മറ്റുള്ള അമലുകളൊക്കെ. നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. കാണാത്ത ആ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗം എന്ന് ആ മലായിക്കത്ത് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നുണ്ട്, ഫകൈഫ ലൗ റഔനി, അവരെങ്ങാനും എന്നെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടിരുന്നെങ്കിൽ അവരെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോ മലായിക്കത്ത് പറഞ്ഞു, അങ്ങനെ അങ്ങാനും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ലകാനു അശദ്ദു തഹ്മീദൻ വഅശദ്ദു തംജീദൻ വഅശദ്ദു ലക ദിക്റാ, അവരങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ അവര് നിന്നെ വാഴ്ത്തുന്നത് വളരെ ശക്തമായിട്ട്, അവരുടെ കഴിവിന്റെ പരമാവധി, അവരുടെ ഊണവും ഉറക്കവും ഒഴിച്ച് അവർ നിത്യമായി നിന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കും, നിന്നെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കും, നിന്നെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കും, നിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വിഭാഗമായി മാറും അവര് ഈ ഒരു സമയം, കുറഞ്ഞ സമയം ഇരുന്നു കൊണ്ട് ദിക്ർ ചെയ്യുന്നവരല്ല, അവർ മുഴുവൻ സമയവും ദിക്ർ ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട്, അള്ളാഹുവിനെ മാത്രം ആലോചിക്കുന്ന, ഒരു നിമിഷം പോലും അള്ളാഹു എന്ന ചിന്തയിൽ നിന്നും മാറാത്ത ഒരു വിഭാഗമായിട്ട് അവർ മാറും. അങ്ങനെയുള്ള ഒരു വിഭാഗമായി അവർ മാറുമെന്ന്, അങ്ങനെ അവർ ശക്തമായി നിന്നെ ഹംദ് ചെയ്യും, നിന്നെ ദിക്ർ ചെയ്യും എന്ന് മലായിക്കത്ത് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായിക്കത്തിനോട് വീണ്ടും ചോദിക്കും, എന്നാൽ അവരെന്ത് കാര്യമാണ് അവിടെ ചെന്നുകൊണ്ട് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അവരെന്താണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അവരെന്തിനെയാണ് തേടുന്നത് എന്ന് അവർ ചോദിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
ആ മലായിക്കത്ത് പറയും, അവർ ചോദിക്കുന്നത് അൽ ജന്ന യത്ലുബൂനൽ ജന്ന, അവർ ഒരുമിച്ച് കൂടിക്കൊണ്ട് അല്ലാഹുവേ എനിക്ക് സ്വർഗം നൽകണം, ഞങ്ങൾക്ക് സ്വർഗം തരണമേ, സ്വർഗീയ അനുഭൂതി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ് അവിടെ ഉള്ളത് എന്ന് മലായിക്കത്ത് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മലായിക്കത്തിനോട് ചോദിക്കും, അവർ സ്വർഗം ചോദിക്കാൻ വഹൽ റഔഹാ, അവർ ആ സ്വർഗം കണ്ടിട്ടുണ്ടോ, അവർ കണ്ട സ്വർഗത്തെയാണോ ചോദിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനോട് ചോദിക്കും. അവർ പറയും ഒരിക്കലും കണ്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കും ഫകൈഫ, അപ്പോൾ പിന്നെ ഫകൈഫ ലൗ റഔഹാ, ആ സ്വർഗീയ ലോകം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സർവ്വ അനുഗ്രഹങ്ങളും, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരൊറ്റ ശതമാനം മാത്രമാണ് ഈ ലോകത്ത് ഉള്ള കോടാനുകോടി ജനങ്ങൾ ആദ്യ അവസാനം വരെ ഇവിടെ നൽകുന്ന എല്ലാ റഹ്മത്തുകളും അള്ളാഹുവിന്റെ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ റഹ്മത്തും ആ ഒരൊറ്റ റഹ്മത്തിലാണ്. ബാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി വെച്ചിട്ടുള്ള അവന്റെ 99 റഹ്മത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആ സ്വർഗത്തിലേക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ മാറ്റി വെച്ചത്. ആ അനുഗ്രഹങ്ങള്, ആ അനുഗ്രഹീതമായിട്ടുള്ള നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും, നമ്മുടെ മനസ്സിൽ ആലോചിച്ച് കണ്ടെത്താൻ പോലും കഴിയാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷങ്ങളെ കൊണ്ട്, അള്ളാഹു റാഹത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട എല്ലാവിധ സൗകര്യവുമുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ വലിയ സ്വർഗം, ആ സ്വർഗത്തെ അവരെങ്ങാനും കണ്ടിരുന്നെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പം മലായിക്കത്ത് പറയും, അവരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ലകാനു അശദ്ദ ലഹാ ത്വലബൻ വഅശദ്ദു അലൈഹാ ഹിർസാ, അവർ അതിനെ തേടൽ വളരെ ശക്തമാക്കും. അവർ പിന്നെ ആ സ്വർഗം തേടിക്കൊണ്ടിരിക്കും. അവരുടെ മുഴുവൻ സമയവും അങ്ങനെ ഒരു നമുക്ക് ആഗ്രഹിക്കപ്പെട്ട ഒരു സാധനം നമ്മൾക്ക് ആഗ്രഹം നമ്മുടെ മനസ്സിൽ കിട്ടിയാൽ അതെങ്ങനെങ്കിലും നമുക്ക് ലഭിക്കണമെന്ന് ആശിച്ചുകൊണ്ട് എല്ലാം ത്യജിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പുറപ്പെടും. അതുപോലെ സ്വർഗത്തെ അവർ കണ്ടിരുന്നെങ്കിൽ അവർ ശക്തമായ സ്വർഗത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കും. ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് അവരുടെ മുഴുവൻ സമയവും അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കും. അതിനെ വല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. ആ സ്വർഗമില്ലാതെ ഇനി മറ്റൊന്നും വേണ്ട എന്നവന്റെ ചിന്ത വരും. അവന് ഈ സ്വർഗമൊന്നും വേണ്ട, ഈ ദുനിയാവ് അവന് വേണ്ട, ഒന്നും വേണ്ട. അവന് വേണ്ടത് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളുടെ ആ പർദീസ, ആ സ്വർഗം, അതാണ് അവൻ ആഗ്രഹിക്കുക. പിന്നെ അവന്റെ തേട്ടം അത് മാത്രമായി തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ മലായിക്കത്ത് മറുപടി നൽകും. അവർക്കറിയാം മനുഷ്യന്റെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവരോട് ചോദിക്കും, വമിൻ അയ്യി ശൈഇൻ യതഅവദൂൻ, അവരെന്തിനാണ് അവിടെ കാവൽ തേടിക്കൊണ്ടിരിക്കുന്നത്? എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് അവർ കാവൽ തേടിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അവര് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനോട് ചോദിക്കുമ്പോൾ മലായിക്കത്ത് പറയും, അവർ കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് യതഅവദൂനഹു മിനന്നാർ, നരകത്തെ തൊട്ടാണ് അവർ കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരുക്കി വെച്ച ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബുകൾ മുഴുവനും ഒരുക്കി വെച്ചിട്ടുള്ള ആ നരകം. ബഹുമാനായിട്ടുള്ള ഉസ്താദ് കടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉസ്താദിന്റെ പ്രസംഗം കാത്തിരിക്കുന്ന വേളയിൽ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കണ്ടാൽ നമ്മൾ അതിനെ വല്ലാതെ ആഗ്രഹിക്കുന്നത് പോലെ ആ നരകത്തെക്കുറിച്ച് നമ്മൾ കാവൽ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലായിക്കത്ത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവര് ഹൽ റൗഹാ, അവർ ആ സ്വർഗം നരകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചോദിക്കുമ്പോൾ മലായികത്ത് പറയും ഇല്ല, അവരാരും നരകം കണ്ടിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും ഫകൈഫ ലൗ റഔഹാ, അവരെങ്ങാനും ആ നരകം കണ്ടിരുന്നെങ്കിൽ. അല്ലാഹുവിന്റെ അദാബുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള മുത്തകബ്ബിരീങ്ങളായിട്ടുള്ള കുഫാറുകളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ആ നരകമെങ്ങാനും അവരെ കണ്ടിരുന്നെങ്കിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ഒരിക്കലും അവൻ ആ ഒരു സദസ്സിലേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ അവന് സാധിക്കുകയില്ല. അവൻ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവർത്തനവും അവൻ ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും അവരെങ്ങാനും അത് കണ്ടിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകും? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിച്ചപ്പോ മലായികത്ത് ഒന്നടങ്കം പറയും, അവരെ വളരെ പേടിച്ചുകൊണ്ട് അവരെങ്ങാനും അത് കണ്ടിരുന്നെങ്കിൽ ലകാനു അശദ്ദു മിൻഹാ ഹറബൻ വഅശദ്ദു മിൻഹാ ഖൗഫൻ വഅശദ്ദു മിൻഹാ തഅവ്വുദ, അവരെങ്ങാനും ആ നരകം കണ്ടിരുന്നെങ്കിൽ അവരതിൽ നിന്നും ശക്തമായി പേടിച്ച് ഭയപ്പെട്ട് അതിൽ നിന്നും വല്ലാതെ കാവൽ തേടിക്കൊണ്ടിരിക്കും. പിന്നീട് നരകം കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ അവന് നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കണം, സ്വർഗത്തിൽ കടന്നിട്ടില്ലെങ്കിലും വേണ്ട, നരകത്തിൽ നിന്നും എന്നെങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമേ എന്ന് മാത്രമേ അവന് ആഗ്രഹമുള്ളൂ. പിന്നീട് അവന് വേറൊന്നും ആലോചനയില്ല. അവന് നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അവന് കൈച്ചലാവണം. അതാണ് പിന്നെ നരകം കണ്ട മനുഷ്യന് പിന്നെ ആഗ്രഹം മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിച്ചിട്ട് അവൻ നരകത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാഴ്ച സഹിക്കാൻ കഴിയാതായപ്പോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, എന്നെ ഒന്ന് ഈ സ്ഥലത്ത് നിന്നൊന്ന് മാറ്റി നിർത്തണം. ഈ നരകത്തിന്റെ അടുത്ത് നിന്ന് ദൂരെ ഒരു മരം കാണുന്നുണ്ട്, ആ മരത്തിന്റെ അരികിലേക്ക് എന്നെ ഒന്ന് മാറ്റണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ കേഞ്ചി നിന്നെ പുറത്താക്കിയതാണ്, നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇനി ഞാൻ ഈ മരത്തിന്റെ അടുത്തേക്ക് നിന്നെ മാറ്റിയാൽ നീ അവിടെ വെച്ച് വീണ്ടും ചോദിക്കുമോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയും, ഇനി മറ്റൊന്നും ഞാൻ ചോദിക്കുകയില്ല. എന്നെ ഈ നരകത്തിന്റെ കാഴ്ചയിൽ നിന്ന്, ആ നരകത്തിന്റെ ഈ ഭയാനകരമായിട്ടുള്ള കാഴ്ച സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ആ മരത്തിന്റെ ഒരു തണൽ മരത്തിന്റെ അടുത്തേക്ക് മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരത്തിന്റെ തണലിലേക്ക് ആ മനുഷ്യനെ മാറ്റും. അവിടെ ചെന്നപ്പോ കുറച്ചുകൂടിയും സൗകര്യമുള്ള ഒരു തണൽ വൃക്ഷം അവന് കാണും. അള്ളാഹുവിനോട് വീണ്ടും അവൻ ചോദിക്കും. അള്ളാഹു അവനെ വീണ്ടും അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് അവനെ വീണ്ടും ആ മറ്റൊരു മരത്തിന്, അങ്ങനെ അവസാനം അവൻ സ്വർഗത്തിന്റെ അടുക്കൽ അവനെത്തും. സ്വർഗത്തിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവന് ആ സ്വർഗം ഇങ്ങനെ കാണും. സ്വർഗം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ആ സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും കയറുക എന്നല്ലാതെ അതുവരെ അവൻ വാക്ക് കൊടുത്തതാണ്, ഇനി മറ്റൊന്നും ചോദിക്കുകയില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ സ്വർഗത്തിന്റെ സുഗന്ധവും അവിടെയുള്ള കാഴ്ചകളും സൗന്ദര്യങ്ങളും കണ്ടപ്പോ അവൻ വീണ്ടും അല്ലാഹുവിനോട് ചോദിച്ചു, ആ സ്വർഗത്തിന്റെ വാതിലിന്റെ അപ്പുറം തൊട്ടരികിൽ കുറഞ്ഞ സ്ഥലം എനിക്ക് വേണം, എനിക്ക് തരുമോ എന്ന് അല്ലാഹുവിനോട് കേണഞ്ചിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തും. ആ സ്വർഗത്തിൽ കടത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നതിനപ്പുറവും പിന്നെ അതിൻ്റെ അപ്പുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുമെന്നാണ്. അത് കേട്ട് ആ മനുഷ്യൻ മനുഷ്യൻ പറയും, അല്ലാഹുവേ നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു ചിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുന്നത് ആ ഒരു സംഭവം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചിരിക്കുകയാണ്. അത് കേട്ട് ആ ഒരു സംഭവം ഉദ്ധരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ചിരിച്ചുകൊണ്ട് ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിച്ച സംഭവമാണ്. ആ മനുഷ്യൻ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാറ്റി ആ സ്വർഗീയ ലോകത്ത് അവനെ കൊണ്ടുവച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദുനിയാവിനപ്പുറമുള്ള വലിയൊരു സ്വർഗലോകം അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തപ്പോൾ അവൻ വിശ്വസിക്കും.
എത്തിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ അത്രത്തോളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മലായിക്കത്ത് ഇതൊക്കെ ചോദിച്ചിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇന്നി നിശ്ചയമായും ഞാനിതാ ഷിദ്ഹുക്കും അന്നി ഖദ് ഗഫർതു ലഹും, നിശ്ചയമായും ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, നിങ്ങളെ സാക്ഷ്യം നിർത്തുകയാണ്, നിങ്ങളെ വെച്ച് ഞാൻ സാക്ഷ്യം പറയുകയാണ്, നിശ്ചയമായും അവർക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ആ സദസ്സിലുള്ള എല്ലാ ആളുകൾക്കും ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു, അവരുടെ പാപങ്ങൾ മുഴുവനും ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ആ മനുഷ്യരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ മലായിക്കത്ത് പറയും, അവിടെ ഇന്ന ഫീഹിം ഫുലാൻ ഖത്താ, ഒരു തെമ്മാടിയായിട്ടുള്ള ഒരാള് ആ സദസ്സിലുണ്ടല്ലോ, അവന് ഇന്നമ ജാഅഹും ലിഹാജത്തിൻ, അവന് വേറെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കടന്നു വന്ന ഒരു മനുഷ്യനാണ്, അങ്ങനെ ഒരാൾ അയലുണ്ടല്ലോ, അവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ടോ എന്ന അത്ഭുതത്തോടു കൂടിയാണ് ആ തെറ്റുകാരനായ വല്ലാതെ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മലായിക്കത്ത് അള്ളാഹുവിനോട് ചോദിക്കും, അവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ലഹും ജലീസ്, അതൊരു വിഭാഗം ആളുകളാണ്, അവരെ കൂടെ ഇരിക്കുന്ന ഒരാളും പരാജിതരാവുകയില്ല. അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന, സ്വർഗം ചോദിക്കുന്ന, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്ന ആ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയ മനുഷ്യരുണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിലിരിക്കുന്ന മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കടന്നു വന്ന മനുഷ്യനാണെങ്കിലും അവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അവർക്കെല്ലാം അവരാരും പരാജിതരല്ല, അവരാർക്കും പരാജിതരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മലായിക്കത്തിനോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവനും പുറത്തു കൊടുക്കപ്പെട്ട വിഭാഗമായിട്ട് ആ ഒരു സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കുന്ന ഒരു സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ വലിയുല്ലാഹി CM മടവൂർ അവരുടെ ബറക്കാത്തുകൾ, അവരുടെ മദതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അവരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.